ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതുതായിട്ട് ആട് വളർത്തൽ തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ആട് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ആട്ടിൻകൂടിൻ്റെ താഴെ കണ്ടില്ലേ സിമൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ആട്ടിൻകൂട് ഉണ്ടാക്കുമ്പോൾ താഴെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൂട്ടിൽ നിന്ന് കിട്ടുന്ന ആട്ടുംകാട്ടം ഒട്ടും മണ്ണിലൊന്നും കലരാതെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരു സ്ലോപ്പ് പോലെയാണ് വാർത്തിരിക്കുന്നത്. എന്നിട്ട് ആ സൈഡിൽ ഒരു പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂത്രമൊക്കെ ഡയറക്റ്റ് ആ പൈപ്പ് വഴി നമുക്കൊരു ട്രേയിലേക്ക് കിട്ടും. അത് വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ചെടികൾ വളരാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. മാത്രമല്ല, ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആട്ടിൻകൂട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് അതിൻ്റെ ക്ലീനിങ്ങും നമുക്ക് കഴുകിയിടാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡെയിലി അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഈ ആട്ടിൻകൂട് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള വളമായിരിക്കും ഇതിൽ കിട്ടുന്നുണ്ടാവുക. കാരണം ഇതിൽ ഒട്ടും ഈർപ്പം ഉണ്ടാവില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ടൈമിലൊക്കെ നമ്മളുടെ ആട്ടിൻ്റെ പാലിന് ഒരു ആടിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് തോന്നും. അത് പുറമക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ നമ്മൾ ആടിനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കുളിപ്പിക്കുമ്പോൾ തലയിൽ അധികം വെള്ളം തട്ടരുത്. കാരണം ഈ ആടിനൊക്കെ ചുമ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ആട്ടിൻകൂട് നല്ല പഴയ ആട്ടിൻകൂടാണെങ്കിലും നമ്മളുടെ ഈ ഒരു വാർപ്പ് നല്ല രീതിയിൽ വാർത്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്കാലത്തേക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.